എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 ഫാർമസി അതായത് ബി.ഫാം കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിലൂടെ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാണാൻ പറ്റത്തില്ല. കാരണം ഇത് മെയിൻ അലോട്ട്മെൻറ്റ് അല്ല. മെയിൻ അലോട്ട്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ പേജിൽ ആ ഒരു ഡീറ്റെയിൽസ് വരുള്ളൂ. താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇതേ രീതിയിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിലാണ് നിങ്ങളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബി.ഫാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് അവിടെ ബി.ഫാം എന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് താൽക്കാലികം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് താൽക്കാലിക അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് പ്രൊഫഷണൽ എന്ന് കാണിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതായത് ടോട്ടലായിട്ട് 70 പേജാണുള്ളത്. അപ്പോൾ 70 പേജ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1803 വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൽക്കാലിക അലോട്ട്മെൻറ്റ് എന്ന് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം, അത് ഓഗസ്റ്റ് 24 വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. ഈ ഒരു പരാതികളൊക്കെ പരിഹരിച്ച ശേഷം നിങ്ങളുടെ മെയിൻ അലോട്ട്മെൻറ്റ് ഈ ഒരു ഓഗസ്റ്റ് 25 അല്ലെങ്കിൽ 26 പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീരിയൽ നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഫാർമസിയുടെ റാങ്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഏതാണ്, അതുപോലെ നിങ്ങളുടെ കോളേജ് ഏതാണ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ് ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ കോമൺ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വഴിയാണ് ഈ ഒരു അഡ്മിഷൻ കിട്ടിയതെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ തന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ടാകും. അതാണെങ്കിൽ SMMU, അതുപോലെ SMSC, അതുപോലെ തന്നെ SMEZ, അതുപോലെ തന്നെ SMEZ കൂടാതെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ FW, അതുപോലെ ഇങ്ങനെ പല വിഭാഗമുണ്ട്. അപ്പോൾ പല വിഭാഗത്തിലുള്ള റിസർവേഷൻ സീറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഭാഗം സീറ്റിലാണ് കിട്ടിയത് അതിനനുസരിച്ച് ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. Z എന്ന് വെച്ചാൽ വിഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു EW എന്ന് വെച്ചാൽ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ രീതിയിൽ പല വിഭാഗം സീറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സീറ്റിലാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് PDF രൂപത്തിലാണ് നിങ്ങൾക്കിത് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു PDFിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് താൽക്കാലിക അലോട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെ അറിയിക്കാവുന്നതാണ്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് ഇത് ട്രയൽ അലോട്ട്മെൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് ട്രയൽ അലോട്ട്മെൻ്റ് അല്ല, ഇത് ഒരു മെയിൻ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വരുന്ന താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടാവില്ല. ഈ ഒരു മെയിൻ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് അഡ്മിഷൻ ടൈം കഴിഞ്ഞ ശേഷമായിരിക്കും എന്തെങ്കിലും എഡിറ്റോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു തേർഡ് അലോട്ട്മെൻറ്റില ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഈ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് അറിയിക്കാൻ സാധിക്കുക. അപ്പോൾ ഫാർമസി കോഴ്സിലേക്കുള്ള താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും സാധുവായ പരാതികൾ ഉണ്ടെങ്കിൽ ഈ ഒരു bfam.ce@gmail.com, അതായത് bfam.ce@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് അതായത് ഈ ഒരു bfam.ce@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഈ ഒരു പരാതികൾ അറിയിക്കാവുന്നതാണ്. പരാതികൾ അറിയിക്കുമ്പോൾ ഇമെയിൽ അഡ്രസ്സിലെ ആ ഒരു സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഫാർമസി പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് എന്ന് കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കേണ്ടതാണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഫാർമസി പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ എന്താണ് സാധുവായിട്ടുള്ളത്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള പരാതികളുള്ളത് അത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് എഴുതിയിട്ട് കൃത്യമായിട്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. അതിനുശേഷം മെയിൻ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ പരാതികളും കാര്യങ്ങളൊക്കെ പരിഹരിച്ച ശേഷം പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ചില കോളേജുകൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിച്ച്
ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.